ദേ ഇങ്ങനെ കൂർക്കം വലിക്കാതെ, വയ്യെ പോകുന്നവരും കൂടി പേടിച്ചു പോകുമല്ലോ. അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് കയറി വന്ന സുജാത ചുണ്ടിലൊരു പുഞ്ചിരിയോടെ കുസൃതി കളർത്തിക്കൊണ്ട് അങ്ങനെ പറഞ്ഞു. അവളുടെ കാൽപെരുമാറ്റം കേട്ട് കണ്ണു തുറന്ന അരവിന്ദൻ അത് മുഴുവനും കേട്ടിരുന്നില്ല. ഉറങ്ങിക്കോളട്ടോ, ദേ ഇപ്പം എല്ലാം തയ്യാറാവും, ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വന്ന് വിളിക്കാട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൾ ഏന്തി വലിഞ്ഞ് അലമാരിയുടെ മുകളിൽ നിന്നും എന്തോ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന വഴി തിരിഞ്ഞു നിന്നുകൊണ്ട് വാതിൽ ചാരുമ്പോൾ അവനെ ഒന്ന് ഗൂഢമായി നോക്കാനും മറന്നില്ല. സമയം ഉച്ചയോടടുക്കുന്നു. പുറത്തു നിന്നും വെയിലിൻ്റെ തിളങ്ങുന്ന പ്രകാശം മുറിക്കുള്ളിലേക്ക് നല്ലപോലെ വരുന്നുണ്ടായിരുന്നു. രാവിലെ പതിവിലും നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുളിയും ചായയും പ്രാതലും കഴിഞ്ഞുള്ള ആ മയക്കം അവന് നന്നേ പിടിച്ചിരുന്നു. അലസമായൊന്ന് മൂരി നിവർത്തിക്കൊണ്ട് ജനാലയിലൂടെ കുറച്ചു നേരം പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്ന് പിന്നെ സാവധാനം കണ്ണുകളടച്ചുകൊണ്ട് നിർവൃതിയിൽ ലയിച്ചങ്ങനെ കിടന്നു. അതിനിടെ അടുക്കളയിൽ നിന്നും എണ്ണയിൽ പൊരിക്കുന്ന മെഴുക്ക് പുരട്ടിയുടെ ചീറൽ ശബ്ദം അവനെ വീണ്ടും കണ്ണു തുറപ്പിച്ചു. അതിനകമ്പടിയെന്നോണം പിന്നാലെ രുചിയിളക്കുന്ന ഗന്ധവും കൂടി എത്തിയപ്പോൾ അവൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. അടുക്കളയിൽ എല്ലാം തയ്യാറാകുന്നത് തനിക്ക് വേണ്ടിയാണ്. തനിക്ക് വിശക്കുമ്പോഴേക്കും അതൊക്കെ തയ്യാറാക്കുവാൻ അവൾ തിരക്ക് കൂട്ടുകയാണ്. 1 മണിക്കൂറിലധികം ആയിട്ടില്ല അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് പോയിട്ട്. എന്നിട്ടും എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു സാമർത്ഥ്യം, എന്തൊരു സ്നേഹം! ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് ഒരു വല്ലാത്ത വർഗമാണ്. തളരാത്ത പതറാത്ത മനസ്സുള്ള ഒരു പ്രത്യേക വർഗം. പുരുഷൻ അവരുടെ മുന്നിൽ എത്രയോ നിസാരൻ. അതും ചിന്തിച്ച് അവൻ ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് ഇടത് കൈകൊണ്ട് ആ കിടക്കയിൽ വെറുതെ തലോടി. എൻ്റെ സുന്ദരിക്കോത കിടന്ന കിടക്ക, അവൻ മനസ്സിൽ പറഞ്ഞു. കൈ അവിടെ തന്നെ വെച്ചപ്പോൾ കഴിഞ്ഞു പോയ പല അനുഭവങ്ങളും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതൊക്കെ ഓർത്ത് അയവിറക്കിക്കൊണ്ട് മച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ അങ്ങനെ കിടന്നു. സുജാതയെക്കുറിച്ചും പിന്നെ അവന് ഇതുവരെ ഇടപഴകാൻ അവസരം ലഭിച്ച പെണ്ണുങ്ങളെക്കുറിച്ചുമൊക്കെ അവൻ പലതും ആലോചിച്ചു. ഒരു സ്ത്രീയെ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ അതിനവളെ പുറത്തു നിന്നും സമീപിക്കണം. ഭർത്താക്കന്മാരൊക്കെ ജീവിക്കുന്നത് ഒരു മൂഢസ്വർഗത്തിലാണ്. അവളുടെ സ്നേഹം, ധൈര്യം, സാമർത്ഥ്യം എന്ന് വേണ്ട എല്ലാം ഒരു ഭർത്താവിനേക്കാൾ അവളുടെ രഹസ്യകാമുകനാണ് അറിവുണ്ടാവുക. അരവിന്ദൻ തൻ്റെ ഈ നിഗമനത്തിൽ ലയിച്ചങ്ങനെ കിടന്നു. അവന് താൻ ഇന്നും കല്യാണം കഴിക്കാത്ത ഒരാളായി കഴിയുന്നതിൽ സ്വയം അഭിമാനം തോന്നി. അല്പസമയത്തിനുള്ളിൽ സുജാത വീണ്ടും മുറിക്കുള്ളിലേക്ക് കയറി വന്നു. കട്ടിലിരുന്നു കൊണ്ട് അയയിൽ വിരിച്ചിരിക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ മടക്കി വെക്കുമ്പോൾ അവൾ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ ആഡംബരങ്ങളോടൊന്നും വിശ്വാസമില്ല. പക്ഷേ എന്നും അലക്കിയ വസ്ത്രം വേണം. അതിന് വില കുറഞ്ഞ വസ്ത്രമാലും ഇട്ടോളും. പെട്ടി തുറന്ന് ഓരോന്ന് അടുക്കി വെക്കുമ്പോൾ അവൾ ഒരെണ്ണം എടുത്തു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, ദേ ഇത് നോക്കൂ, ഈ കഴിഞ്ഞ ഓണത്തിന് മേടിച്ചതാ. അതിൽ പിന്നെ മിക്കവാറും എന്നും ഞാൻ തന്നെയാ അലക്കി മടക്കി വെക്കുന്നേ. ചിലപ്പോൾ അദ്ദേഹം വഴക്ക് പറയും. എന്നും സോപ്പും പൊടിയിലും മുക്കി വെച്ച് നശിപ്പിക്കലേ എന്നും പറഞ്ഞു. ഒന്ന് നോക്കിക്കേ, അത്രയ്ക്കൊന്നും മോശമായിട്ടൊന്നുമില്ലല്ലോ ഈ മുണ്ട്. ഉണ്ടോ? ദേ നോക്കിയേ. ഏയ് ഇല്ല. അവൻ ഒരു പുഞ്ചിരിയാലെ അതും പറഞ്ഞ് അവൾ പറഞ്ഞതിനോട് യോജിച്ചു. അവൾ അത് പെട്ടിയിൽ വെച്ചിട്ട് അവൾ തുടർന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും വേറെ ആരും ചെയ്യുന്നതിലും അദ്ദേഹത്തിന് ഇഷ്ടം ഞാൻ തന്നെ ചെയ്യുന്നതാണ്. എനിക്കും അതാണിഷ്ടം. ദിവസവും 1-2 തുണി അലക്കി അലക്കി അതിപ്പോൾ ഒരു ദിനചര്യയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. കട്ടിലിൽ ചെരിഞ്ഞു കിടന്ന് തലയ്ക്ക് കൈ താങ്ങിക്കൊണ്ട് അവളുടെ കിളിനാദം പോലുള്ള സംസാരം കേട്ടുകൊണ്ടിരുന്ന അരവിന്ദൻ സുജാതയുടെ സംസാരത്തിലെ ഭർത്താവിൻ്റെ ഭക്തിയെപ്പറ്റി കേട്ടപ്പോൾ അവൻ്റെ മനസ്സിൽ പുച്ഛമാണോ തോന്നിയതെന്ന് അവന് പോലും അറിയില്ല. കാരണം കഴിഞ്ഞ 4-5 മാസമായിട്ട് അരവിന്ദൻ ഇത് ശ്രദ്ധിക്കുന്നതാണ്. സുജാത സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാളുടെ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാനും മറ്റേതൊരു ഭാര്യയെക്കാളും ഏറെ ഉത്സാഹവതിയാണെന്ന് അവന് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുന്നതോ പ്രതീക്ഷിക്കുന്നതോ അല്ല. അവൾക്ക് പറ്റുന്നതൊക്കെ അവൾ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു. താനുമായുള്ള സുജാതയുടെ രഹസ്യമായ ബന്ധമൊഴിച്ചാൽ അവൾ ഒരു കുഴപ്പവുമില്ലാത്ത നല്ല ഉത്തമയായ ഭാര്യയാണ്. അതൊരു ചെറിയ കാര്യമാണോ? അല്ല. അവിടെയും അവളുടെ ഭർത്താവിന് ഭാര്യയിൽ നിന്നും അർഹിക്കുന്നതിനേക്കാളേറെ സ്നേഹം കിട്ടുന്നുണ്ട്. സുജാതയുടെ സ്നേഹവും കരുതലും ഒരു ചെറിയ മൺകുടത്തിലെ ജലമല്ല, കടലാണ് കടൽ. കോരിയാലും കോരിയാലും ഒരിക്കലും തീരാത്ത കടൽ. അതിൽ നിന്നും
തനിക്കും കിട്ടുന്നുണ്ട് ഒരുപാട് സ്നേഹവും ലാളനയും കരുതലുമൊക്കെ. സത്യം പറഞ്ഞാൽ അയാളെക്കാൾ അർഹതപ്പെട്ടവൻ താൻ തന്നെയാണെന്ന് അവൻ ചിന്തിച്ചു. സുജാത പെട്ടി അടച്ചു വെച്ചിട്ട് അടുക്കളയിലേക്ക് നടക്കവേ അവൻ അവളെ തന്നെ നോക്കി. സാരിയാണ് വേഷം. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് സ്വല്പം വിയർത്തിരിക്കുന്നുണ്ട്. ഓ, താൻ ഈ സുന്ദരിയെ കണ്ടെത്തിയത് തന്നെ മഹാഭാഗ്യമാണ്. അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ മരുഭൂമിയായനെ. അവൻ വികാരനിർഭരമായ ആ ഓർമ്മകളിലേക്ക് സ്വയം ഊർന്നിറങ്ങിപ്പോയി. ഏകദേശം ഒരു 5-6 മാസം മുൻപുണ്ടായ സംഭവമാണ്. അവൻ കൃത്യമായി തീയതി ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അത് ഒരു മീനമാസത്തിലായിരുന്നു. അന്ന് അച്ഛൻ അസുഖം ബാധിച്ച് കിടപ്പിലായത് ആ മാസത്തിലാണ്. അതുകൊണ്ട് അത് ഓർമ്മയുണ്ട്. അങ്ങനെ അതോടുകൂടി കുടുംബത്തിലെ പലതും അവൻ്റെ തലയിൽ വന്നു പെട്ടു. ആദ്യമാദ്യം അരവിന്ദന് ഒന്നും നിശ്ചയമുണ്ടായിരുന്നില്ല. പഠിപ്പ് മതിയാക്കി കോളേജിൽ നിന്നും വിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ, വീട്ടുകാര്യങ്ങൾ സമയാസമയങ്ങളിൽ എങ്ങനെ ചെയ്യണമെന്നറിയാതെ, നോക്കി പഠിക്കാനുള്ള മനസ്സില്ലാതെ കാലം കഴിച്ചു. അച്ഛൻ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന കാലത്ത് ബാക്കിയുള്ള ദിവസം രാവിലെ ഉണരുമ്പോഴേക്കും 8 മണി കഴിയും. പിന്നെ ഒരു കപ്പ് ചായ കുടിച്ചതിന് ശേഷമാണ് അലസമായി മറ്റ് ദിനചര്യകൾ ആരംഭിക്കുന്നത്. എങ്ങനെ നോക്കിയാലും 12 മണിയെങ്കിലും കഴിയും. ഉച്ച കഴിഞ്ഞുള്ള മയക്കം കിട്ടാത്ത അവസരങ്ങളിൽ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ പോകും. അവൻ ചെല്ലുന്നത് കാണുമ്പോഴേ പെണ്ണുങ്ങൾ ചിരിയും കളിയും തുടങ്ങും. പിന്നെ ഓരോരുത്തരും പരസ്പരം മത്സരമാണ് അവനെ സന്തോഷിപ്പിക്കാൻ. അവനെ സോപ്പിട്ടാൽ പണിയിൽ അവൻ എന്തെങ്കിലും ഇളവ് കൊടുക്കുമെന്ന് അവർക്കറിയാം. അവൻ കൂലിയിൽ എന്തെങ്കിലും 5-10 രൂപ കൂട്ടിക്കൊടുക്കും. അല്ലെങ്കിൽ 1-2 പറ നെല്ലൊക്കെ കൊടുക്കും. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവളുമാരുടെയൊക്കെ ഇളക്കം. പക്ഷെ അതിൽ ആത്മാർത്ഥതയുള്ള 2 പേരുണ്ട്. മീനു ചേച്ചിയും മോള് രാജിയും. അവർക്ക് 2 പേർക്കും പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു. അവർ അവരുടെ ജോലി ചെയ്യും. പിന്നെ രാജിയോട് അരവിന്ദന് ഒരു കണ്ണുണ്ടായിരുന്നു. കാണാൻ ഇരുനിറമുള്ള ഒരു സുന്ദരിയാണ് രാജി. പക്ഷേ അവന് അവളെ വേണം എന്നൊന്നും പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഈ പരിപാടി നടക്കില്ല. അച്ഛൻ അങ്ങനെയാണ്. ജാതി തിരിച്ച് കാണും. അവർ തൊഴിലാളികൾ, നമ്മൾ മുതലാളിമാർ എന്ന രീതിയാണ് അച്ഛൻ പിന്തുടരുന്നത്. വീട്ടിലെ ചുറ്റുപാടുകൾക്കൊക്കെ അങ്ങനെ ഓരോ പ്രത്യേകതകളൊക്കെയുണ്ട്. അച്ഛൻ അപ്പോഴും നേരം വെളുത്തിട്ടില്ലായിരുന്നു. അവൻ എപ്പോഴെങ്കിലും ഒന്ന് ഷേവ് ചെയ്യുകയോ തുണി ഇസ്തിരിടുകയോ ചെയ്താൽ അന്ന് പിന്നെ അച്ഛൻ ചെവിത്തല കേൾപ്പിക്കില്ല. അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ അവൻ ഒരു പരിഷ്കാരി അല്ലെങ്കിൽ അഹങ്കാരിയൊക്കെ ആകും. ഇതൊക്കെ ഇങ്ങനെ സ്വയം ചെയ്യുന്നത് നല്ലതല്ല. ഒരു ക്ഷുരകനെ കൊണ്ട് ചെയ്യിപ്പിച്ചൂടെ എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അങ്ങനെയൊക്കെ ജീവിതം അലസമായാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ കിടപ്പിലായത്. അങ്ങനെ കാലം കഴിക്കുന്ന സമയത്താണ് അച്ഛൻ അരവിന്ദനെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. വീട്ടിലെ കേസുകളുടെ എല്ലാം വക്കാലത്ത് കൊടുത്തിരുന്നത് സുകുമാരനാണ്. അയാൾക്ക് പ്രാക്ടീസ് കുറവുണ്ടായിട്ടും അയാൾക്ക് തന്നെ ഏൽപ്പിച്ചത് ഫീസ് കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് തോന്നിയതൊക്കെ കൊടുത്തും പറഞ്ഞും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാകും. പക്ഷേ അച്ഛൻ അസുഖം ബാധിച്ച് കിടപ്പിലായപ്പോൾ ആ കാര്യവും പ്രശ്നത്തിലായി. എങ്കിലും അച്ഛന് ഒരാശ്വാസം കിട്ടിയത് സുകുമാരൻ്റെ ഗുമസ്തൻ നാരായണനായിരുന്നു. കേസുകളെ കുഴപ്പം കൂടാതെ നോക്കിക്കോളും. പിന്നെ അതുമല്ല, സാധാരണ വക്കീൽ ഗുമസ്തന്മാരെ പോലെ കള്ളം പറഞ്ഞ് പണം തട്ടുകയോ സ്റ്റാമ്പിനും മറ്റുമുള്ള തുകയെടുത്ത് വക മാറ്റുകയോ ചെയ്യില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞത് പ്രകാരം ഓരോ കേസിലും വിധി നടത്തുവാനും അവധിക്ക് അപേക്ഷിക്കുവാനും സാക്ഷിക്ക് നടപടി നടത്തുവാനും ഒക്കെ ഏർപ്പാട് ചെയ്യുകയായിരുന്നു അരവിന്ദന് ആദ്യം കിട്ടിയ ജോലി. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ കയ്യിൽ നിന്നും ആവശ്യമുള്ള പണവും പ്രമാണങ്ങളും മേടിച്ചുകൊണ്ട് അവൻ പട്ടണത്തിലേക്ക് തിരിച്ചു. ആവശ്യമുള്ള പണമെന്ന് വെച്ചാൽ അത്യാവശ്യത്തിനുള്ള പണം മാത്രം. അച്ഛൻ്റെ ബഡ്ജറ്റ് വളരെ പരിമിതമാണ്. രാവിലെ കാപ്പി കുടി കഴിഞ്ഞ് വേണം പോകാൻ. 3-4 മൈലുണ്ടെങ്കിൽ നടന്നു പോകാനാണ് അച്ഛൻ പറയുക. അരമണിക്കൂർ ഇടവിട്ട് ബസ് ഓടുന്ന വഴിയെ 4 മൈൽ നടക്കുക എന്ന് വെച്ചാൽ അരവിന്ദന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്കായി അരവിന്ദൻ ചില തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പട്ടണത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കാശ് സമ്പാദിച്ചിരുന്നു. പട്ടണത്തിലൊക്കെ ചെല്ലുമ്പോൾ നല്ല സിനിമ വന്നിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്ക് കയറും, ഊണം കഴിക്കും. പിന്നെ ബസ്സിൽ പോകാം. 5 രൂപയുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി നടക്കും. അങ്ങനെയാണ് അന്ന് പട്ടണത്തിലേക്ക് തിരിച്ചത്. ഒരു സാക്ഷിയെ കണ്ട് സംസാരിക്കാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനുമായിരുന്നു പോയത്. പക്ഷെ ആളെ കാത്തിരുന്ന് പട്ടണത്തിലൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോഴാണ്
പട്ടണത്തിലെ മതിലിലൊക്കെ ഉദയനൻ്റെ പടത്തിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പടം കണ്ടിറങ്ങുമ്പോഴേക്കും ആളെ കണ്ടുപിടിച്ച് കാര്യം പറയാമെന്ന് ചിന്തിച്ചുറപ്പിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. എങ്കിൽ പിന്നെ വക്കീലാഫീസിൽ ചെന്ന് നാരായണനെ കണ്ട് കാര്യം പറയാം, അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കുന്നതിന് മറുപടി ഇല്ലാതാവും. അങ്ങനെയൊക്കെ വിചാരിച്ച് ബസ് പിടിച്ച് വന്നിറങ്ങിയപ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞിരുന്നു. വക്കീലാഫീസും അടച്ചു. നാരായണനും പോയി. ഇനി അച്ഛൻ സാക്ഷിയെ കണ്ട് സംസാരിച്ച് കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുമെന്ന് ആലോചിച്ച് ടെൻഷൻ കൂടി. പെട്ടെന്നാണ് ഒരു ഉപായം തോന്നിയത്. നാരായണനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയാൾക്കറിയാം ആ സാക്ഷി പറയാൻ വരുന്ന ആളെ. അച്ഛനോട് എന്തെങ്കിലും ഒന്ന് പറയാൻ നാരായണൻ്റെ കയ്യിൽ എന്തെങ്കിലും വിവരം കാണും. കഴിയുന്നത് വേഗം അയാളെ കണ്ടുപിടിച്ച് തൻ്റെ തലവേദന ഒഴിവാക്കണം. അടുത്തുള്ള മുറുക്കാൻ കടയിൽ അന്വേഷിച്ചപ്പോൾ നാരായണൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കി അരവിന്ദൻ തിരിച്ചു. ത്രിസന്ധ്യ സമയത്ത് അരവിന്ദൻ ആ വീടിൻ്റെ പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ സുജാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ചപ്പോൾ നാരായണൻ പുറത്ത് പോയിരിക്കുക, ഇതുവരെ വന്നിട്ടില്ലെന്നും പറഞ്ഞു. ആ കിളിനാദവും സൗന്ദര്യവും ഇളം നീലനിറത്തിലുള്ള സാരിയും അവൻ്റെ മനസ്സ് കവർന്നു. അവൻ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്ന് പോയതും അവൻ്റെ നോട്ടം കണ്ട് അവളുടെ മുഖത്ത് നാണം വന്നു. ഹോ, അപ്പോഴും അവന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നാരായണന് ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടെന്ന കാര്യം. അതായിരുന്നു അരവിന്ദനും സുജാതയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച.